السلام عليكم ورحمة الله تعالى وبركاته ومغفرته وجنته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. ഒതുക്കിയ ക്ലാസ് 45 പ്രിയപ്പെട്ട കൂട്ടുകാരെ, മന്നരായ സൈനുദ്ദീൻ മഖ്ദൂം അവറുകൾ നമുക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ നിന്നും കനപ്പെട്ട മറ്റൊരു ഉപദേശത്തിലേക്കാണ് മഹാനവർകൾ നമ്മെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വമിൻഹ, ആ 9 ഉപദേശങ്ങളിൽപ്പെട്ടതാണ്, നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ്, വസിയത്തുകളിൽപ്പെട്ടതാണ് അൽ ഇഖ്ലാസു, നിഷ്കളങ്കത. പരിശുദ്ധമായ ഖുർആനിലും തിരുസുന്നത്തിലും ഇഖ്ലാസിന്റെ ആവശ്യകത ഉണർത്തുന്ന നിരവധി ആയത്തുകളും നിരവധി ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നമ്മുടെ അമലുകൾ തന്നെ സ്വീകരിക്കപ്പെടുന്നത് നമ്മുടെ ഇഖ്ലാസിന്റെ തിളക്കം കൊണ്ട് മാത്രമാണ്. മനുഷ്യന്റെ ഖൽബ് കൊണ്ടുള്ള അമലുകൾ, ആ അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റായ, ഏറ്റവും മഹത്വമേറിയ ഒരു റുക്കിനാണ് ഇഖ്ലാസ് എന്നത്. ആ ഇഖ്ലാസാണ് അല്ലദീ അലൈഹി മദാറുൽ ഇബാദാത്ത്, നമ്മുടെ ആരാധനാ കർമ്മങ്ങളുടെ നാരായക്കുറ്റി, അതിന്റെ അടിത്തറ, മദാറ് ആ ഇഖ്ലാസാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യാൻ വേണ്ടിയല്ലാതെ, അല്ലാഹുവിനിക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഖ്ലിസ് ദീനക യക്ഫിക്കൽ അമലുൽ ഖലീൽ. നീ നിഷ്കളങ്കതയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ അമലുകൾ ചെയ്യുകയാണെങ്കിൽ നിന്റെ ചുരുങ്ങിയ അമൽ തന്നെ നിനക്ക് മതിയായതാണ്. അഥവാ ഒരുപാട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ചെയ്യുന്ന തുച്ഛമായ അമലാണെങ്കിൽ, ആ അമൽ ഇഖ്ലാസോടുകൂടെയാണെങ്കിൽ, ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുന്ന മറ്റു കർമ്മങ്ങൾക്ക്, എത്രയോ കർമ്മങ്ങൾക്ക് ഈ ഒരു ചുരുങ്ങിയ അമൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ കർമ്മങ്ങൾ തന്നെ സ്വീകരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അനിൽ ഈമാനി, നബിയെ എന്താണ് ഈമാൻ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയോട് മറുപടി പറഞ്ഞത്, ഹുവൽ ഇഖ്ലാസു ലില്ലാഹി തആല. അത് അല്ലാഹുവിനിക്ക് ഇഖ്ലാസോടുകൂടെ, നിഷ്കളങ്കയോടുകൂടെ നീ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ, അമലുകൾ ചെയ്യലാണ് എന്ന്. ഇഖ്ലാസില്ലാത്ത, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കാത്ത ഒരൊറ്റ അമലുകളും അള്ളാഹു സ്വീകരിക്കുകയില്ല. ലാ യഖ്ബലുല്ലാഹു മിനൽ അഅമാലി ഇല്ലാ മാ കാന ഖാലിസൻ ലഹു വബ്തഗാ ബിഹാ വജ്ഹഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമാണത്. മറ്റൊന്നുകൂടെ കാണാം, ഒരാൾ നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടെ 40 ദിവസം അവന്റെ എല്ലാ കർമ്മങ്ങളിലും അവൻ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിനെ, അവന്റെ ഖൽബിനെ ഹിക്മത്തുകൾ ഒഴുകി വരുന്ന, ഹിക്മത്തുകൾ വിരിഞ്ഞു വരുന്ന, ഹിക്മത്തുകൾ ഉറവ് പൊട്ടി വലിക്കുന്ന സ്ഥലമാക്കി മാറ്റും. അവന്റെ നാവിലൂടെ വരുന്ന വാക്കുകൾ മുഴുവനും ഹിക്മത്തുള്ള വാക്കുകളായിരിക്കും. അവന്റെ ഖൽബ് ആ ഹിക്മത്തുകൾ ഉറവ് പൊട്ടുന്ന സ്ഥലമായിട്ട് അള്ളാഹു മാറ്റുകയും ചെയ്യും.
മറ്റതുകൂടെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബിയെ എന്താണ് ഇഖ്ലാസ് എന്ന് അബൂദറുൽ ഗിഫാരി റഹ്മത്തുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കട്ടെ. അപ്പോൾ ആ മലക്ക് പറഞ്ഞു, നബിയെ എനിക്കും അതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ മീകായിലിനോട് അന്വേഷിക്കട്ടെ. മീകായിൽ പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിനോട് ചോദിക്കട്ടെ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞു, അൽ ഇഖ്ലാസു സിർറുൻ മിൻ അസ്റാരി ഊദിഉഹു ഖൽബ മൻ അശാഉ മിൻ ഇബാദി. എന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അടിമകളുടെ കൽബിൽ ഞാൻ നിക്ഷേപിക്കുന്ന എന്റെ സിറിൽപ്പെട്ട, എന്റെ രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യം മാത്രമാണ് അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനോട് മറുപടി പറഞ്ഞു. മറ്റൊന്നുകൂടെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിനിക്ക് നിഷ്കളങ്കനായി അമൽ ചെയ്തവനായിട്ട് വേർപ്പെടുകയാണെങ്കിൽ, മരണപ്പെടുകയാണെങ്കിൽ, ഈ ദുനിയാവുമായി വിട്ടുപിരികയാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ വിട്ടുപിരിയലിനെ, ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടവനായ രൂപത്തിലായിരിക്കും, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിച്ചവനായ രൂപത്തിലായിരിക്കും അവൻ ഈ പ്രപഞ്ചത്തിൽ നിന്നും വിട പറയുക എന്ന്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടെ ഉണർത്തുകയാണ്, ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മത്തു ബിദുഅഫാഇഹിം ബിദഅവാതിഹിം വസലാത്തിഹിം വഇഖ്ലാസിഹിം. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹമ്മദിയ ഉമ്മത്തിനെ സഹായിക്കപ്പെടും എങ്ങനെ? ബിദുഅഫാഇഹിം, ആ ഉമ്മത്തിൽപ്പെട്ട പാവങ്ങളായ ആളുകളെ കൊണ്ട്, അഥവാ ബിദുആഇഹിം, ആ പാവങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ ഉമ്മത്തിനെ സഹായിക്കപ്പെടാനുള്ള ഒരു കാരണം. മറ്റൊന്ന് വസലാത്തിഹിം, ആ ദുഅഫാഇന്റെ നിസ്കാരങ്ങളാണ്. വഇഖ്ലാസിഹിം, ആ പാവപ്പെട്ട ജനങ്ങള് അവരുടെ നിഷ്കളങ്കമായ അമലുമാണ്, ഇഖ്ലാസുമാണ് ഈ ഉമ്മത്തിനെ സഹായിക്കപ്പെടാനുള്ള കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും എന്താണ് ഇഖ്ലാസ്? അൻ യകൂന ഖസ്ദുൽ ഇൻസാനി ഫീ ജമീഇ ത്വാഅതിഹി വ അഅമാലിഹി മുജറബ് തഖർറുബ് ഇലല്ലാഹി തആല വ ഇറാദത്തി ഖുർബിഹി വരില്ലാഹു ദൂന ഖറദിൻ ആഖറ മിൻ മുറാഅത്തിൻ നാസി ഔ തലബി മഹ്മദത്തിൻ മിൻഹും ഔ തമഇൻ ഫീഹി. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ദുന്യവിയായ ഒരു ലക്ഷ്യവും ഇല്ലാതെ മുഴുവൻ അമലുകളെയും മുഴുവൻ താഅത്തുകളെയും ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന ഒരൊറ്റ കരുത്തു മാത്രമാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഇതാണ് മഹാന്മാര് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഇനി നമുക്ക് അതിലേക്കൊന്ന് കടന്നു വരാം. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കലാ. അഖ്ലിസ്, നീ നിഷ്കളങ്കനാവുക. വദാ, നിഷ്കളങ്കത എന്നാൽ അല്ല തുരീദ, നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. ബിതാഅത്തിൻ, നീ ചെയ്യുന്ന സൽക്രമങ്ങളെ കൊണ്ട്. ഇല്ല തഖർറുബ, അടുക്കുക, സാമീപ്യം ഉണ്ടാക്കുക. മിൻ ഇലാഹിക, നിന്റെ ഇലാഹാകുന്ന റബ്ബിനോടുള്ള ആത്മീയമായ സാമീപ്യം നീ ഉദ്ദേശിക്കൽ മാത്രമാണ്. എങ്ങനത്തെ അല്ലാഹുവാണ്? ദിൽ കലാ, നമ്മുടെ സംരക്ഷകനായ അല്ലാഹു. ദിൽ കലാ, ഹിഫ്ളുടയവനായ അല്ലാഹു, സംരക്ഷണമുടയവനായ അല്ലാഹു. ഈ പ്രപഞ്ചം മുഴുവനും സംരക്ഷിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന, ലോകത്തുള്ള സകലമാന വസ്തുക്കളെയും സംരക്ഷിക്കുന്ന റഹ്മാൻ. ആ റഹ്മാനായ റബ്ബിനോടുള്ള ആത്മീയമായ അടുപ്പം മാത്രം ലക്ഷ്യം വെക്കലാണ് ഇഖ്ലാസ് എന്നാൽ.
لا تقصدن معه إلى غرض الدنيا كثنائهم أو نحو ذاك توسلا لا تقصدن നീ ഒരിക്കലും ഉദ്ദേശിക്കരുത്, കരുതരുത്, മാഹു അള്ളാഹുവിനോട് അടുക്കുക എന്ന ആ ലക്ഷ്യത്തോടു കൂടെ. എന്തിന്? ഇലാ ഗറദിദ്ദുനാ, ദുന്യവിയായ ഐഹികമായ നേട്ടങ്ങളിലേക്ക് നമുക്കൊരിക്കലും ലക്ഷ്യമുണ്ടാകാൻ പാടില്ല. അതേതുപോലെ കസനഇഹിം, ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റൽ പോലെ, ഔ നഹ്വി ദാലിക, അല്ലെങ്കിൽ ഇതിനോട് തുല്യമായ മറ്റെന്തെല്ലാം വിഷയങ്ങളുണ്ടോ അവർക്കിടയിൽ സ്ഥാനമാനം ലഭിക്കൽ, അവർക്കിടയിൽ അവരുടെ കൈകളിൽ നിന്നുള്ള സാമ്പത്തികമായ ചൂഷണം, ഈ രൂപത്തിലുള്ള ഒരു ലക്ഷ്യവും അവർക്കുണ്ടാകൂല. എന്തിനു വേണ്ടിയിട്ട്? തവസ്സുല, നീ തന്നെ എത്തിച്ചേരുന്നവനായിട്ട്. തവസ്സുലൻ, നീ തന്നെ എത്തിച്ചേരുന്നവനായിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.